എല്ലാവർക്കും ഇ.ടി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്ന്, ജിയോയ്ക്കും എയർടെലിനും ഒപ്പം നിൽക്കുന്ന മാർക്കറ്റ് ലീഡർ. ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഓഹരിയെക്കുറിച്ചാണ് ഇന്ന് ഇ.ടി ടോക്ക് സംസാരിക്കുന്നത്. വോഡഫോൺ ഐഡിയ ലിമിറ്റഡിനെ കുറിച്ചാണ് പറയുന്നത്. പിന്റു, എന്താണ് ഈ വോഡഫോണിൻ്റെ ഓഹരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? AGR ഡ്യൂസിനെ സംബന്ധിച്ച്, അതായത് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂടെ സംബന്ധിച്ച് ടെലികോം കമ്പനികൾക്ക് അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈ AGRനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കാം. ലൈസൻസിങ്ങിന്റെ ഫീസും അതുപോലെ തന്നെ സ്പെക്ട്രം യൂസേജ് ചാർജും ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പണമാണ് AGR. ടെലികോം കമ്പനികളുടെ കോർ സർവീസിൽ നിന്നും ഇതിനോടൊപ്പം തന്നെ ആൻസലറി സർവീസ്, അതായത് കോർ സർവീസ് എന്ന് പറയുമ്പോൾ ഡേറ്റ വോയിസ് കോളിന് കമ്പനി ഈടാക്കുന്ന ചാർജ്, അതിന്റെ പുറത്ത് അവരുടെ വരുമാനം കണക്കാക്കി ഗവൺമെന്റിലേക്കുള്ള ഫീസും സ്പെക്ട്രം ഫീസും ലൈസൻസിങ് ചാർജും സ്പെക്ട്രം യൂസേജ് ചാർജും നൽകിക്കൊണ്ടിരുന്നത്. ഒരു സമയത്ത് കോടതിയിലേക്ക് ഗവൺമെന്റ് തന്നെ, മുൻകാല ഗവൺമെന്റുകൾ ചെന്നിട്ടാണ് ഈ ഇന്നത്തെ ഒരു വിധിയിലേക്ക് എത്തിയത്. അതിന്റെ അകത്ത് ഇവർ ആൻസലറി സർവീസസും, അതായത് ഡാറ്റ, റോമിങ്, ഹാൻഡ്സെറ്റ്, ഇപ്പം പല കമ്പനികളും ഹാൻഡ്സെറ്റും കൊടുത്തുകൊണ്ട് തന്നെ ചില കണക്ഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഹാൻഡ്സെറ്റ് സെയിലിന്റെ എമൗണ്ടും കൂടെ അവരുടെ റവന്യൂലോട്ട് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള അന്ന് പണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അതിന് പോയിട്ടാണ് നിലവിൽ വിധി വന്നത്. അത് AGR ടെലികോം കമ്പനികൾക്ക് ബാധകമാണെന്നും അതിൻ്റെ പുറത്ത് ആദ്യം ഒരു 10%, 2021 മാർച്ചിലെ സമയത്ത് 10% അന്നത്തെ AGR ഡ്യൂസ് അടയ്ക്കണമെന്നും ബാക്കി പിന്നീട് 10 വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരു നിശ്ചിത ഗഡുക്കളായിട്ട് അടച്ചാൽ മതി എന്നൊരു അന്നത്തെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ്. ഇതിനെതിരെ ടെലികോം കമ്പനികൾ പ്രധാനമായിട്ടും വോഡാഫോണും അതിനൊപ്പം തന്നെ ഭാരതി എയർടെലുമാണ് പോയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ, അതായത് കാൽക്കുലേഷൻ എന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടെ പരിഗണിച്ചിട്ട് നിലവിലുള്ള ബാധ്യതയിൽ കുറവ് വരുത്താൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. നിലവിൽ വോഡാഫോണിൽ വരുന്നൊരു ബാധ്യത എന്ന് പറഞ്ഞാൽ നിലവിൽ AGR ഡ്യൂസ് പ്രകാരം 70,000 കോടിയാണ്. ആ 70,000 കോടിയിൽ എന്തെങ്കിലും കുറവ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അതായത് വോഡാഫോൺ കമ്പനിയുടെ ഒരു കണക്കൂട്ടിൽ നിലവിലുള്ള 50% വരത്തുള്ളൂ എന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ കോടതിയും സർക്കാർ പറഞ്ഞിട്ടുള്ള കണക്കുകളും വെച്ച് നോക്കുമ്പോൾ അവർ 70,000 നിലവിൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവരുടെ ബേഡനിൽ യാതൊരുവിധ കുറവ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കോടതിയുടെ ക്ലാരിഫിക്കേഷൻ ആണ് ഈ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് പോകാനുള്ള കാര്യം. റീസെന്റ് ആയിട്ട് പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് ഇപ്പോൾ ഈ ഓഹരിക്ക് അടുത്തിടെ സംഭവിച്ചത്. ഒന്ന്, ഗോൾഡ്മാൻ സാക്സ് ഗ്ലോബൽ ബ്രോക്കറേജിന്റെ ഭാഗത്ത് ഒരു സെൽ റേറ്റിംഗ് വന്നു. അതിനോടൊപ്പം തന്നെ മെയിനായിട്ട് ഇപ്പം ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം ഇപ്പം അടുത്തിടെ ഒരു ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ഒക്കെ ഇവർ നടത്തിയതാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഫോളോ ഓൺ പബ്ലിക് ഓഫർ 18,000 കോടി രൂപയുടെയൊക്കെ സക്സസ്ഫുള്ളി അത് ക്ലോസ് ചെയ്തതാണ്. ആ FPO പ്രൈസിന് താഴെയാണ് നിലവിൽ ഇപ്പം ഈ ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു സെറ്റ് ബാക്ക്, അതായത് ഒരു സമയത്ത് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആയി വരും. അതായത് AGR ഡ്യൂസ് അവർ മൊത്തം കടത്തിൻ്റെ ഒരു ഗണ്യമായ ഭാഗമുണ്ട്. അതിലൊരു കുറവ് വരുവാണെങ്കിൽ കമ്പനിക്ക് അത്രയും ഒരു റിലീഫ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയത്. അതില്ല. ഇനി അതായത് നേരത്തെ കണക്കൂട്ടുന്ന എല്ലാ ബാധ്യതകളും ഒരു യാഥാർത്ഥ്യം മൂലം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവരൊരു ഭാഗത്തെ കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏകദേശം 48 ലക്ഷത്തോളം ചെറുകിട നിക്ഷേപകരുടെ പണമുള്ള ഒരു ഓഹരി കൂടിയാണിത്. അപ്പോൾ ഈ ഓഹരിയുടെ ഭാവി എന്തായിരിക്കും? ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിപ്പം ചാകത്തൂല കൊല്ലാനും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് പൂട്ടി പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. പൂട്ടി പോകാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത് പ്രധാനമായിട്ട് 2 ഘടകങ്ങളാണ് ഇതിനകത്തുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പം നാഷണൽ വൈഡ് ആയിട്ടുള്ള ടെലികോം സേവനങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും 4 കമ്പനികളാണ്: ജിയോ, എയർടെൽ, വോഡാഫോൺ, BSNL. അപ്പം നിലവിൽ ഒരു കമ്പനി പോയി കഴിഞ്ഞില്ല. അതായത് ഇതിനകത്ത് 2 ഘടകങ്ങളുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്നും നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ടെലികോം അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ സർവീസാണ് ആക്ച്വലി ഇന്നൊരു ടെലികോം ഒരു സർവീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബാങ്കിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് OTP വേണം. ഇപ്പം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് എല്ലാം നമ്മൾ മൊബൈലിനാണ് ആശ്രയിക്കുന്നത്. അപ്പം മൊബൈൽ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സർവീസായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു 1 സെക്കൻഡ് ഡിലേ പോലും നമുക്കെല്ലാം എന്തുമാത്രം ബേഡൻ ഉണ്ടാക്കാമെന്ന്, ഫിനാൻഷ്യലിയും അല്ലാതെ നമ്മുടെ ടൈം വൈസും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വോഡാഫോണിനെ പൂട്ടിപ്പോകാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഡിജിറ്റൽ ഇന്ത്യ അങ്ങനെ പല ഇതിലും പുഷ് ചെയ്യുന്നുണ്ട്. എക്കണോമിയിലോട്ട് സംഭാവന ചെയ്യുന്ന സർവീസ് സെക്ടറിൽ ഒരു ഗണ്യമായിട്ടുള്ളൊരു സെക്ടറുമാണ് ടെലികോം. അപ്പം 20 മില്യൺ, അതായത് ഏകദേശം 20 കോടിയോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ട്. ഇത്രയും, അതായത് ഈ AGR ഡ്യൂസ് ഇപ്പം ഇവരെ കടം നോക്കുകയാണെങ്കിൽ ഇവരുടെ കടത്തിൻ്റെ ഒരു 97% ഇവർ ശരിക്കും ഇവർക്ക് ബാധ്യത വരുന്നത് സർക്കാരിനോട്. സർക്കാർ ഈ കടത്തെ തിരിച്ചു പിടിക്കാൻ ഒരു ശക്തിപൂർവ്വം അല്ലെങ്കിൽ വളരെ ഇതായിട്ട്
അഡമൻ്റ് ആയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇവർ ബാങ്ക്രപ്സി ഗവൺമെന്റ് പോളിസി നിർണായകമാണ് കാര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും ആ ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ് ഇവർ ലൈഫ് ലൈൻ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. അതായത് ഇവർ മൊത്തം കടം പറയുന്ന 2 ലക്ഷം കോടിക്കകത്ത് 2 ലക്ഷം കോടിയിലധികമുള്ള വരുന്ന തുകയ്ക്കകത്ത് 97% ഗവൺമെന്റിന് കൊടുക്കേണ്ട സ്പെക്ട്രം ഫീസ് അല്ലെങ്കിൽ അതേപോലത്തെ ഈ ഏജ് ഡ്യൂസുമാണ്. ശരിക്കും ബാങ്കിനുള്ള ലോൺ എന്ന് പറയുന്നത് 6000 കോടി മാത്രമാണ്. അത് ഗവൺമെന്റിന് ബാധ്യത ഇല്ലെങ്കിൽ ഈ വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനിക്കുള്ള ആകെ, അതായത് ബാങ്കിൽ നിന്നുള്ള കടം, നമ്മൾ സാധാരണ കണക്ക് പറയപ്പെടുന്ന കടം 6000 കോടി മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ സർക്കാർ ഇതിനെ ശക്തിപൂർവ്വം മേടിക്കാൻ നിൽക്കുകയാണ്. ഇവർ ബാങ്ക്രപ്റ്റ് ആവും, ഇവർക്ക് പൂട്ടിപ്പോകും, ഇന്ത്യ വരുമെന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും? ഈ 20 കോടിയുള്ള ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക്, കാര്യം ആർക്കും സർവീസ് നമുക്ക് ഇൻറ്ററപ്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ്. അപ്പം ഇത്രയും പേരും മൈഗ്രേറ്റ് ചെയ്താൽ അതിനെ ഉൾക്കൊള്ളാം, അത്രയും വലിയ സബ്സ്ക്രൈബേഴ്സിന് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ജിയോയ്ക്കുമില്ല, എയർടെലിനുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെലികോം സെക്ടർ ക്രാഷ് ചെയ്യപ്പെടും. ഒന്നെന്ന് പറഞ്ഞാൽ സർവീസ് വേഴ്സൺ ആവും, ഡിലേ, കോൾ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, കോൾ ഡ്രോപ്പ്, അങ്ങനത്തെ വിഷയങ്ങൾ. പിന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനും ഭയങ്കരമായിട്ട് ഇത് സംഭവിക്കും. അപ്പം ഈ ഒരു പ്ലെയർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികം ഇത്ര സബ്സ്ക്രൈബേഴ്സിന് നിർത്താൻ പറ്റും. ഇതിന് ഓവർനൈറ്റ് മൈഗ്രേറ്റ് ചെയ്താൽ ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡിയോപോളിലോട്ട് പോയാൽ 2 കമ്പനികൾ തീരുമാനിക്കുന്നതിലേക്ക് താരിഫ് വർധന നിരക്കുകൾ നിശ്ചയിക്കപ്പെടും. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു താരിഫ് ഹൈക്ക് പോലും അവർ 5Gയിലോട്ട് അത്ര മാസീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് റിട്ടേൺ കൂടി തിരിച്ചു പിടിച്ചാൽ മാത്രമേ അവർക്ക് ഫിനാൻഷ്യലി നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ കമ്പനി ന്യായീകരിച്ച് പറയുന്നില്ല, ഒരു യാഥാർത്ഥ്യം പറയുന്നത് മാത്രം. അപ്പം ആ കമ്പനി അതിൻ്റെ ഭാഗമായിട്ട് താരിഫുകൾ റേറ്റ് ഉയർത്തിയപ്പോൾ തന്നെ നമ്മൾ സാധാരണക്കാരുടെ ഭാഗത്ത് വലിയ രീതിയിൽ അതിനൊരു പ്രതികരണം നമ്മൾ കണ്ടു, അതിനോട് നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ കണ്ടു. അപ്പം സാധാരണക്കാരുടെ ഭേദം തന്നെയാണ്, അതിനെ അഡ്രസ്സ് ചെയ്യാതല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അവർ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പം മൂന്നാമതൊരു പ്ലെയർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് 2 കമ്പനികൾ കൂടെ തീരുമാനിച്ചാൽ. ചോദ്യം ബിന്ദു, ഇത്രയും വലിയൊരു കടം വെച്ചിട്ട് ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും കടമുള്ളൊരു കമ്പനിയിൽ ഈ സാധാരണ നിക്ഷേപകന് അവൻ്റെ പണത്തെക്കുറിച്ച് ആശങ്ക കാണും, ആകുലത കാണും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കടം ഇവർ തിരിച്ചടയ്ക്കാൻ പറ്റുക? ഈ കടം ഇല്ലാണ്ടായാൽ മാത്രമല്ല കമ്പനി പ്രോഫിറ്റിലേക്ക് നീങ്ങുള്ളൂ. കമ്പനി പ്രോഫിറ്റിലേക്ക് നീങ്ങണമെങ്കിൽ ഇനി മിറക്കിളൊക്കെ സംഭവിക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം നിലവിൽ ഈ കമ്പനിക്ക് ഇത്രയും ബേഡനുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു കമ്പനികളിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അതിന് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു വരുന്ന പ്രതീക്ഷയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓൾറെഡി ഇതിനകത്ത് ഉള്ളവരെ സംബന്ധിച്ച്, അതായത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്പനിയിൽ പൂട്ടിപ്പോകാൻ ഒരിക്കലും സർക്കാർ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമാകും. കാര്യം ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ 20 കോടി സബ്സ്ക്രൈബേഴ്സിലൊരു കമ്പനി അങ്ങനെ കൂട്ടിപ്പോകാൻ, അതായത് ടു ബിഗ് ടു ഫെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പം ഈ 2 ഘടകം, പിന്നെ അല്ലെങ്കിൽ ഡ്യൂപോളിയിലോട്ടേക്ക് മാർക്കറ്റ് നീങ്ങും. സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾ കൊണ്ട് BSNL ലാഗ് ചെയ്യുകയാണ്. അപ്പം ടെലികോം സെക്ടറിൽ ക്വാളിറ്റി ഓഫ് സർവീസാണ് ഈ സബ്സ്ക്രൈബേഴ്സിനെ പിടിച്ചിരുന്ന ഒരു പ്രധാന ഘടകം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 2 പേര് കൂടി റേറ്റുകൾ കാര്യം തീരുമാനിച്ചാൽ ഈ സെക്ടർ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയത്തില്ല. കാര്യം ഇന്ന് പല സർവീസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണക്കാരൻ്റെ അവകാശമായിട്ട് ഇന്ന് ഡാറ്റ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ അവകാശമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ്റിനെ പറ്റി കൺസേൺ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ പോലെ പല പുഷുകൾക്കും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിനും ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ടെലികോം സെക്ടറാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സപ്പോർട്ട്, ഗവൺമെൻറ് അതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം വരെ ഇടപെടും എന്നുള്ള ഒരു മാത്രമാണ് നിലവിലെ നിക്ഷേപ ലൈഫ് ലൈൻ എന്നുള്ളത്. പക്ഷേ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അവർക്ക് ഈ കടം തിരിച്ചടയ്ക്കണം. നിലവിൽ അവർ ARPU, ആവറേജ് റേറ്റ് പെർ യൂസർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഒരു ഇൻകം പെർ ഒരു സബ്സ്ക്രൈബറിൻ്റെ ബേസിൽ നോക്കുമ്പോൾ നിലവിൽ 140 റേഞ്ചിലാണ് ഉള്ളത്. ഇപ്പം ഇവർ അത് ഈ 140 ഇപ്പോൾ എത്തി നിലവിലെ താരിഫ് ഹൈക്ക് പ്രകാരം അവർ മുന്നോട്ട് രീതിയിൽ വിചാരിക്കുന്ന ഒരു താരിഫ് ഹൈക്കൂടെയൊക്കെ വരികയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ റേറ്റിങ്ങിന് ഈ നടപ്പ് സാമ്പത്തിക തീരുമ്പോഴത്തേക്ക് 170-150 രൂപ നിലവാരത്തിലേക്ക് എത്തിക്കണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതവർക്ക് നടക്കുകയാണെങ്കിൽ പോലും, അതായത് ഇപ്പോൾ 2 ലക്ഷം കോടിയുള്ള കടബാധ്യത നിലനിൽക്കെ ഇവർക്ക് എങ്ങനെ തിരിച്ചടയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് ഫ്ലോ ന്യൂട്രലായിട്ട് എത്തണമെങ്കിൽ പോലും നിലവിലത്തെ ഒരു ARPU റേറ്റ് 270-290 എത്തണം. അതായത് നിലവിലുള്ള ഡബിൾ ആകണം. അപ്പോൾ അത്രയും താരിഫ് വർധന ഒരു സ്ഥലത്ത് വർദ്ധിക്കുകയും വേണം. അതിൽ സബ്സ്ക്രൈബറും പുതിയതായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ സർക്കാരിന്റെ സമ്മർദ്ദം ഇല്ലാതിരിക്കുകയും വേണം. സർക്കാർ എന്തായാലും സമ്മർദ്ദപ്പെടുത്താൻ സാധ്യതയില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ഏജ് ഡ്യൂസ് വന്ന 16,000 കോടിയാണ് ഗവൺമെൻറ് ഇക്വിറ്റി ആക്കാൻ കഴിഞ്ഞ മാർച്ചിൽ സമ്മതിച്ചത്. അതിനുശേഷമാണ് അന്നൊരു ഈ വോഡാഫോൺ ആദ്യം ചർച്ചകളിലേക്ക് വരുന്നത്. ഒരുപാട് നാൾ താഴെ കിടന്ന് ഓഹരി 18 റേഞ്ച് 19 റേഞ്ചിലോട്ടൊക്കെ പോയത്. നമ്മൾ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നതുമാണ് ഇതിനെ സംബന്ധിച്ച്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ടുണ്ട്. ഈ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ, ഈ സെക്ടറിന് തമ്മിൽ കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഈ 2 ലക്ഷം കോടിയിൽ
ഈ 97% ഗവൺമെൻറ്റുള്ള ഒബ്ലിഗേഷൻസ് ആണ്. അപ്പം അത് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞിരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ARPU റേറ്റ് കൂടണം. ARPU റേറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാപെക്സ്, അതായത് ഈ ഇവിടുത്തെ സർവീസ് എന്തുമാത്രം ബെറ്റർ ആകുന്ന അത്രത്തോളമായിരിക്കും ഇതിലോട്ട് ഉപഭോക്താക്കൾ ആകർഷിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത്രയും കടം നിൽക്കുന്ന സമയത്ത് പുതിയ എന്തുമാത്രം കമ്പനിയുടെ സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അതിനോട് തന്നെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രത്തോളം ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ ചോദ്യം. അപ്പം ഒരു ഭാഗത്ത് അവരുടെ നെറ്റ്വർക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുതിയ സർവീസ് 5G പോലെ സർവീസുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എയർടെലിനോടും ജിയോടും കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ. അതെ. അപ്പം ഈ പൈസ മുടക്കാൻ ഇനിയിപ്പം ഓൾറെഡി ഇപ്പം 25,000 കോടിയോളം രൂപ പല ഇതിൽ റേസ് ചെയ്തിട്ടുണ്ട്. ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ വഴിയും അവരുടെ പ്രൊമോട്ടർമാരുടെ സ്റ്റേക്ക് പുതിയതായിട്ട് ഫണ്ട് നൽകിയതുമൊക്കെ പ്രകാരം വെച്ച് നോക്കുമ്പോൾ 25,000 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ അടുത്ത 3 വർഷത്തേക്ക് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന 50,000 മുതൽ 50,000 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഈ കോടതി വിധി വന്നുകൊണ്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി 25,000 കോടി വരെ റേസ് ചെയ്തിട്ടുണ്ട്. അത് പല കാര്യങ്ങളും പിന്നെ അടച്ചു തീരത്തേ ഉള്ളൂ. ഇനിയുള്ളൊരു 30,000 കോടി റേസ് ചെയ്യാൻ ഇരിക്കുന്നതാണ് അവരടുത്ത ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകേണ്ടിയിരുന്ന പൈസ. അപ്പോൾ കോടതി വിധി വന്നതുകൊണ്ട് ഇനി എങ്ങനെ ഇത് റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. അവർ കൂടുതൽ ബാങ്ക് വഴി അല്ലെങ്കിൽ കൺസോർഷ്യം വഴി റൈസ് ചെയ്യാനാണ് ഇരുന്നത്. അപ്പോൾ മാർച്ചിലൊക്കെ സമയത്ത് ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ് ആ ഇക്വിറ്റി ആക്കാൻ അനുവദിച്ചതിന് വളരെ പോസിറ്റീവുള്ള സ്റ്റെപ്പായിട്ട് എടുത്തിട്ടുള്ളത് ഗവൺമെൻറ്. അപ്പം ഒരിക്കലും ഇതിനെ കൊല്ലാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റിൽ വേണമെങ്കിൽ ആർക്ക് ലെൻഡ് ചെയ്യാൻ വരുന്നു. പക്ഷേ അവർ അതുവരെ ഈ AGR ഡ്യൂസിനകത്ത് കുറച്ച് കുറവ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി അത്ര റിലീഫ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇവരെല്ലായിടത്തും ഈ രീതിയിൽ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കോടതി വിധി വന്നത് ഇതിൻ്റെ ഒരു പ്രോസ്പെക്ടസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 2026 സാമ്പത്തിക വർഷം 2020 സെപ്റ്റംബറിലാണ് മൊറട്ടോറിയം തീരുന്നത്. അപ്പം അത് തീരുന്ന ഫിനാൻഷ്യൽ റെൻറ്റി, അതായത് 2026 മാർച്ചിൽ ഏകദേശം 27,000 കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട്. പിന്നെ കോടതി വിധി പ്രകാരം ഇതും തിരിച്ചടച്ചില്ലെങ്കിൽ കോടതി ലക്ഷ്യമാവും. അപ്പം പ്രൊമോട്ടർമാർക്ക് പിന്നെ കോടതി നേരിടേണ്ടി വരും. ഇവർക്ക് 2031 സാമ്പത്തിക വർഷം തീരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ AGR ഡ്യൂസും ഇതെല്ലാം തീർക്കുകയും വേണം. അതായത് 2027 സാമ്പത്തിക വർഷം മുതൽ 41,500 കോടി രൂപ വെച്ച് പ്രതിവർഷം ബാക്കിയുള്ള 5 വർഷത്തേക്ക് അടയ്ക്കണം. ഇത്രയും പൈസ റേസ് ചെയ്യാന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു വലിയ ടാസ്ക്കാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ടും ജിയോയും എയർടെലും മാസീവായിട്ട് 5Gയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഒരു സ്ഥലത്ത് താരിഫ് ഹൈക്ക് ഇനിയും ചെയ്യാം. ഇവിടെ നമുക്ക് ജിയോയും എയർടെലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വോഡഫോൺ പ്രത്യേകത ഉണ്ട്. വോഡഫോൺ ഒരു വികാരമാണ് ആക്ച്വലി. നമ്മൾ 1994 രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓപ്പറേറ്ററായിട്ട് BPL കടന്നു വരികയാണ്. ഇത് 2005 ഹച്ചിൻസൺ SR ഏറ്റെടുക്കുന്നത്. 2007 വോഡഫോൺ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതൊരു വോഡഫോൺ കമ്പനിയായിട്ട് മാറുകയും ചെയ്യും. 2018 രാജ്യത്ത് തന്നെ മറ്റൊരു പ്രമുഖ കമ്പനിയായ ഐഡിയയുമായിട്ട് വോഡഫോൺ ലയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ഈ BPL ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ 1994 മുതലുള്ള ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും ഇതൊരു വികാരമാണ് വാസ്തവത്തിൽ. ഇപ്പം തന്നെ നമുക്ക് വോഡഫോൺ ഉപയോഗിക്കുന്ന പലരോടും ചോദിച്ചാൽ അറിയാം, അവർ ആ പ്രൊവൈഡർ മാറ്റാൻ തയ്യാറല്ല. സർവീസ് മോശമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോശമാണെങ്കിൽ പോലും അവർ ആ കണക്ഷൻ മാറ്റാനോ അല്ലെങ്കിൽ ആ പ്രൊവൈഡർ മാറ്റാനോ തയ്യാറല്ലാത്ത വിധത്തിൽ ഒരു വൈകാരികമായ അടുപ്പമുള്ളൊരു ബ്രാൻഡാണ് വോഡഫോൺ. ആ പഴയ BPL ഇപ്പോൾ വോഡഫോൺ എത്തി നിൽക്കുന്നത്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, രാജ്യത്തെ 2 കമ്പനികളായ വോഡഫോണും ഐഡിയയും ലയിച്ചു. ആ മെർജർ എന്തുകൊണ്ടാണ് പാളിപ്പോയത്? അതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ കോമ്പറ്റീഷൻ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓപ്പറേഷണലായിട്ടുള്ളവർക്ക് കുറേ ചലഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹൈ ഡെറ്റ് ആയിരുന്നു. സാധാരണ രീതിയിൽ 2 കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുന്ന സമയത്ത് കുറേ സിനർജീസ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കോസ്റ്റിൻ്റെ റിഡക്ഷൻ ഉണ്ടാവണം, ഓപ്പറേഷണലായിട്ട് എഫിഷ്യൻസി വർദ്ധിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇത് 2 ലാർജ് ഒരു കമ്പനികളായിരുന്നുകൊണ്ട് തന്നെ ഇവർ ഓർഗനൈസേഷനിൽ കൾച്ചർ ഡിഫറെൻ്റ് ആയിരുന്നു, ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ 2 പേരും കൂടുതലും റൂറലിനേക്കാളേറെ കുറച്ചുകൂടി അർബൻ ഏരിയയിൽ തന്നെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന അവരുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ. അപ്പം പിന്നെ ഈ ഇത്രയും വലിയ ഒരു 2 വലിയ കമ്പനികളായിരുന്നു സിനർജി മെർജ് ചെയ്യാനുള്ള കുറേ ഡിലേ വന്നു. പിന്നെ 2018 സമയത്ത് പിന്നെ ഈ കോമ്പറ്റീഷൻ ഒരു സ്ഥലത്ത് ഭയങ്കര ഇൻറ്റൻസീവായിട്ട് നടക്കുകയാണ്. അപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ താരിഫ് റേറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻകം കുറഞ്ഞു. പിന്നെ ഓൾറെഡി 2 പേർക്കും ഈ AGR ഡ്യൂസും എല്ലാം വന്നപ്പോഴത്തേക്ക് കടത്തിൻ്റെ ഒരു പ്രശ്നം നേരിട്ടു.
പിന്നെ ഈ മെർജ് ചെയ്ത സമയത്താണ് ജിയോ വന്നിങ്ങനെ അടിച്ചു കയറി 4Gയിലോട്ട് നടക്കുന്നത്. അപ്പം ഈ മെർജ് ചെയ്ത സമയത്ത് കടം വന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് 4G ട്രാൻസാക്ഷൻ ഇവർ വിചാരിച്ചതിനൊക്കെ ഡിലേ ആയിപ്പോയി. അപ്പം ശരിക്കും മെർജ് ചെയ്തിരുന്നപ്പോൾ ഉടനടി കിട്ടേണ്ടിയിരുന്ന ആ സിനർജി, അതായത് കോസ്റ്റ് റിഡക്ഷൻ ആയാലും ഓപ്പറേഷണൽ എഫിഷ്യൻസി ആയാലും ഇവരുടെ വലിപ്പം കൊണ്ട് ഇവരുടെ പ്രതീക്ഷേനേക്കാളേറെ കാര്യങ്ങൾ നീണ്ടുപോയത് കൊണ്ടും ലാക്ക് ഓഫ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആ സമയത്ത് കടമുള്ളതുകൊണ്ട് തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വൈകിയത് കൊണ്ടുമൊക്കെ ഡിലേ ആയി. സ്വാഭാവികമായിട്ട് ആ സമയത്ത് വലിയ രീതിയിൽ ഇവരുടെ കസ്റ്റമേഴ്സ് ഇവരുടെ ഭാഗത്ത് കൊഴിഞ്ഞു. ഒരു സമയത്ത് 30 കോടിയുടെ മേൽ 34 കോടിയോളം രണ്ടുപേരും ആദ്യം മെർജ് സമയത്ത് ഉപഭോക്താക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നതാണ്. 10-15 കോടിയോളം ഉപഭോക്താക്കൾ ഇവരുടെ ക്വാളിറ്റി, അതായത് അന്ന് രണ്ടുപേരുടെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറെൻറ്റ് ടെക്നോളജി കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം നെറ്റ്വർക്ക് ഇഷ്യൂസ് ആദ്യ സമയത്ത് ഇവർ മെർജ് ചെയ്ത സമയത്ത് വന്നു. അപ്പോൾ അന്ന് അങ്ങനെ വലിയ രീതിയിൽ പോയി സബ്സ്ക്രൈബേഴ്സ് ലൂസ് ആയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഇപ്പോഴും ആ ഒരു ബ്രാൻഡ് അഡിക്ഷൻ ഉള്ളവരുടെ കാര്യമാണ് സാർ നേരത്തെ സൂചിപ്പിച്ചത്. അവരാണ് ഇപ്പോഴും നിൽക്കുന്ന 20 കോടി എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ ഏരിയയോട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടായിരുന്നെങ്കിൽ 4G ട്രാൻസിഷൻ എളുപ്പമായിരുന്നെങ്കിൽ അത് ഡെറ്റ് കാരണം ഇവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. വോഡാഫോണും ഭയങ്കരമായിട്ട് റിലക്റ്റൻ്റ് ആയിരുന്നു ഈ മെർജ് ചെയ്ത് എൻറ്റൈറ്റിയിലോട്ട് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും. ബിർളയാണെങ്കിലും ആ ഒരു സമയത്തൊക്കെ മടിച്ചാണ് ഒരു പലതും ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ച രീതിയിലേക്കാൾ ഏറെ ടെലികോം സെക്ടർ കലങ്ങി മറിഞ്ഞതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് വർക്കൗട്ട് ആകാതിരുന്നത്, അതായത് വിചാരിച്ച ഫലം കിട്ടായിരുന്നു. പിന്നെ രണ്ടുപേരും ബാങ്ക്രപ്സിയുടെ വക്കിലെത്തിയപ്പോഴാണ് നിലനിൽപ്പിൻ്റെ പുറത്ത് മെർജ് ചെയ്താണ്. ആ മെർജ് ചെയ്തതിൻ്റെ ഇപ്പം നിലവിൽ സർക്കാർ ഈ ഒരു ടെലികോം സെക്ടറിനെ അത്ര പ്രോമിസിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന്, അനുസൃതമായ പോക്കിനും വളർച്ചയ്ക്കും ഡിജിറ്റലൈസേഷനൊക്കെ ഒരു ഭാഗത്ത് ശക്തമായി നടക്കുന്ന സമയത്ത് ടെലികോം സെക്ടറിൽ എന്ത് രീതിയിലുള്ളൊരു പ്രതിസന്ധി നേരിട്ടാൽ രാജ്യത്തിൻ്റെ വളർച്ചയും ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ ആകെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം റീപേയ്മെൻറ്റിനെ സംബന്ധിച്ച് ഞാനിപ്പോഴും എനിക്കത് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ഇവരുടെ റീപേയ്മെൻറ്റ് മൊറട്ടോറിയം കഴിഞ്ഞിട്ട് വരുന്ന 2026 മാർച്ച് സമയത്ത് ഇവർ 27 കോടി റേസ് ഇല്ലയോ എന്നൊരു വിഷയം വരും. അവിടെ എന്തെങ്കിലും ഇവർക്ക് തട്ടേട് പറ്റുകയാണെങ്കിൽ ഗവൺമെൻറ് വീണ്ടും ഇടപെടേണ്ടി വരും. ഗവൺമെൻറ് അപ്പോഴായിരിക്കും ശരിയും ഗവൺമെൻറ് പ്ലാനും പറയാനിരിക്കുക. കാര്യം അതൊരു മൊറട്ടോറിയം ഉണ്ട്, അവർക്ക് ഇവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. ഗവൺമെൻറ് എന്തെങ്കിലും ഇടപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഓഹരികൾ വീണ്ടും ഏറ്റെടുക്കേണ്ടി വന്നാൽ അവസാനം ഒരു 70-80% ഓഹരികൾ ഗവൺമെൻറ്റിലേക്ക് എത്തുന്നൊരു സ്ഥിതി എത്താം. ഞാനൊരു കൗതുകത്തിന് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷനൊക്കെ നോക്കിയപ്പോൾ ഭൂരിഭാഗം പേരും സെല്ല് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ജപ്പാനിലെ ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ നൊമൂറയുടെ കണക്കനുസരിച്ച് ഇത് ബൈ ചെയ്യാം, 15 രൂപ വരെ പോകുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു കമ്പനിയാണ് പറയുന്നത്. വേറൊരു കമ്പനി നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന് പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്യാനും പറയുന്നുണ്ട്. പിന്റുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകളല്ലെങ്കിൽ പോലും നമുക്ക് എത്ര വരെ താഴാൻ സാധ്യതയുണ്ട്? ഇനി മുകളിലേക്കുള്ള ഈ ഓഹരിയുടെ ഭാവി എന്തായിരിക്കും? ഇപ്പം ഈ പറഞ്ഞ രണ്ട് ബ്രോക്കറേജർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ കാണും. സാറ് ഇതിൽ പേഴ്സണലി ഞാൻ ഇത്രയും ടേൺ അറൗണ്ട് സ്റ്റോറീസിന് പുറകെ പോകുന്ന ആളല്ല. നമ്മൾ മുന്നേ ചെയ്തിരുന്നത് ആ ഒരു വീട്ടിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് 10,000-ഓളം കമ്പനികൾ നമ്മുടെ മുന്നിൽ ലിസ്റ്റഡ് ആയിട്ട് BSE-ലായിട്ട് NSE-ലായിട്ട് രണ്ടും ചേർന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പ്രോമിസിങ് ടെലികോം സെക്ടർ പ്രോമിസിങ് തന്നെ, അതിൻ്റെ അത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നേരിട്ട് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ പോലും അതിൻ്റെ വളർച്ചയിൽ ഗുണകരമാകാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബാക്കി ഒരുപാട് ആൻസിലറി സർവീസ് ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നാളെ ഇവൻ നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ക്വാളിറ്റിയുള്ള ഫ്യൂച്ചർ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടേൺ അറൗണ്ട് കൂടുതൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ 9-ലോ അല്ലെങ്കിൽ 8-ലോ വല്ല റെസിസ്റ്റൻസ് ലോയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ 10 അതൊരു സൈക്കോളജിക്കൽ മാർക്കാണ്. കരുതി ഇതെല്ലാവരും വോഡാഫോണെ സ്റ്റോക്ക് മേടിക്കുന്ന കാര്യം ചീപ്പ് പെനി സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ പെനി സ്റ്റോക്കിന് ഗണത്തിൽ വരുന്നതല്ല. പെനി സ്റ്റോക്കിന് ഉദ്ദേശിച്ചത് അതിന്റെ സാധാരണക്കാർക്ക് വില കുറഞ്ഞതാണ് പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതെ, അപ്പൊ ആ രീതിയിൽ വെച്ച് നോക്കുന്ന ഒരു സംഭവമാണ് കിടക്കുന്നത്. ഇപ്പം ആ ഒരു 10 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മാർക്കാണ്. അതിന്റെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ആണെന്ന് 11-12 നിലവാരത്തിലാണ്. അപ്പൊ അതിന്റെ താഴെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ ലാർജർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് അന്ന് ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂവിൽ മേടിച്ചിട്ട് ചിലപ്പോൾ സെല് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഇപ്പോഴത്തെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഫാക്ടർഡ് ഇൻ ആയെങ്കിൽ ഇനിയിപ്പം പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങാനും ഒരു ഇളവ് കിട്ടുന്നത് നേട്ടമായിരുന്നെങ്കിൽ പ്രതീക്ഷ കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ തന്നെ ഓഹരി കാണാം. പിന്നെ 9 9 നിലവാരത്തിലാണ് ഒരു ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. ഒരു ബെയറിഷ് സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഇതിൻ്റെ അത് പോസിറ്റീവായിട്ട് വളർന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രഷ് ആയിട്ട് ഒരു പോസിറ്റീവ്സ് നടക്കണം. ഇനി അതിൻ്റെ വരാത്തൊരു പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രൊമോട്ടേഴ്സ്
ബിർള ഗ്രൂപ്പ് ആയാലും ബ്രിട്ടനിലെ വോഡാഫോൺ ഗ്രൂപ്പ് ആയാലും വോഡാഫോൺ വളരെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് അവരുടെ കയ്യിൽ ഇപ്പോഴും. അല്ല, അതിപ്പോൾ ഒരു ഡെറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ഇൻഡസ് ടവേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതായത് ടവറിൻ്റെ ഫീസ് അങ്ങനെ. പിന്നെ ഗവൺമെൻറ്റിന് കൊടുത്തേക്കുന്ന ഡ്യൂസ് അല്ല കൊടുത്തിരിക്കുന്നത്, അതിന് ഇൻട്രസ്റ്റിൻ്റെ സാധനം കൺവേർട്ട് ചെയ്തിട്ടാണ് ഇക്വിറ്റി ആക്കിയപ്പോൾ തന്നെയാണ് ചെയ്ത സമയത്ത് 33% സർക്കാരിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സ്റ്റേക്കിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിലവിൽ 23.8 24% ഉള്ളത് സർക്കാരിനുള്ളത്. ഇനിയിപ്പം സ്പെക്ട്രം നേരത്തെ പറഞ്ഞാൽ 2026 ആകുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ അറിയുന്നത്. പേഴ്സണലി ഞാൻ പറഞ്ഞ ടേൺ അറൗണ്ട് സ്റ്റോറീസ് അല്ല, നമുക്ക് മുന്നിൽ നല്ല കമ്പനികൾ കിട്ടുമ്പോൾ ചെയ്യാം. നിലവിലുള്ളൊരു പാനിക് ആകേണ്ട എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതെല്ലാം ഫാക്ടറി ഇൻ ആയി 1-2 ദിവസം കൊണ്ടാവും. ഒരു 9 ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഈ FPയുടെ താഴെയിലോട്ട് എത്തിയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തൊക്കെ കാണാം. പിന്നെ മേലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരണം. ഇപ്പം നമ്മുടെ നിലവിൽ ഒരു വിസിബിലിറ്റിയിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇവർക്ക് റവന്യൂല് ഗ്രോത്ത് ഇല്ല, ലോസ് സീഫിഷ്യൻ്റായിട്ട് കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രോഫിറ്റിലോട്ട് അങ്ങനെ ബാക്കി എത്തിയില്ല. അർപ്പൂല് അതേപോലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. അർപ്പൂല് എത്തണമെങ്കിൽ ഇനി താരിഫ് ഹൈക്ക് വേണ്ടി വരും. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് പോകുമല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഇച്ചിരി ഇപ്പോഴും ഭയങ്കര അൺസർട്ടൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്കൊന്ന് 2026 ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഈ മൊറട്ടോറിയം കഴിഞ്ഞ് ഇവരെ എങ്ങനെ റീപേ ചെയ്യുന്നുള്ള കാര്യങ്ങളോ ഇവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലോ പ്രൊമോട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇനി നിക്ഷേപം വരുന്നുണ്ടെങ്കിലോ ആണ് ഇതിൻ്റെ അതൊരു ശരിക്കും ഒരു മുകളിലോട്ട് പോലെ ഈ ഓഹരി സമിതി പോസിറ്റീവ് ട്രിഗർ ഉണ്ടാവുക. പക്ഷേ ഈ നിലവിലുള്ളൊരു പാനിക് ആകേണ്ടെന്ന് പറയേണ്ട ഒറ്റ കാര്യം വെച്ചാൽ ഇത് ചാകാതെ നോക്കേണ്ട സർക്കാരിൻ്റെയും ഒരു താല്പര്യമായതുകൊണ്ട് തന്നെ കമ്പനി എന്തായാലും പൂട്ടിപ്പോകാൻ അനുവദിക്കത്തില്ല. ആ ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ലൈനാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, ഈ കമ്പനിയുടെ വർദ്ധിച്ച കടത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് വറീഡ് ആണെങ്കിൽ അവർക്ക് ഈ ഓഹരി വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള ഓഹരി വിറ്റൊഴിക്കുകയോ ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. രണ്ടാമത്തെ കാര്യം പറയാം, അവരുടെ ഈ കമ്പനിയെ കുറിച്ച് പ്രതീക്ഷയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കുറച്ച് ലോജിക്ക് മാത്രം പറയുന്നു. അവർ താരിഫിൽ വരുന്ന വ്യത്യാസം, 5G ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുകൂടാണ്ട് ഗവൺമെന്റ് പോളിസിയിൽ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ, ഇതൊക്കെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് വാങ്ങാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് ഈ ഓഹരിയെ കുറിച്ചുള്ള ചില വസ്തുതകൾ നമ്മൾ വിശകലനം ചെയ്യുന്നു. നമ്മൾ അതിന്റെ ലോജിക്ക് പറഞ്ഞു, അതിന്റെ ഇപ്പോഴത്തെ വന്ന വാർത്തയുടെ ഒരു അനാലിസിസ് നൽകി കടം എങ്ങനെയുണ്ട്, കമ്പനിയുടെ ഒരു നിയർ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെ പോകുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. 100% വ്യക്തിപരമായ കോളാണ്. അതെ. അപ്പോൾ വീണ്ടും മറ്റൊരു സ്റ്റോക്കുമായി ഞങ്ങൾ എത്താം. അതുവരെ ബൈ.